ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ ബാത്റൂമിൻ്റെ ഭാഗങ്ങളിലായിട്ട് ബാത്റൂമും ബെഡ്റൂമും കൂടി നിൽക്കുന്ന ഭിത്തിയിൽ ബെഡ്റൂമിൻ്റെ ഭാഗത്ത് അഥവാ ബെഡ്റൂമിനകത്ത് ഈ പറയുന്ന പോലെ ഭിത്തിയിൽ നിന്ന് പെയിൻറ്റ് പൊളിഞ്ഞു പോകുന്നത് ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവിടെ കറുത്ത പൂപ്പലോ നനവോ ഒക്കെ ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിന് പ്രധാന കാരണം നമുക്കറിയാം, ബാത്റൂമിലുള്ള വെള്ളം ഭിത്തി കലിച്ചിട്ട് നമ്മുടെ റൂമിൻ്റെ പെയിൻറ്റ് അടന്നു പോകുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ പ്രൂഫിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കുഴപ്പം ഇപ്പോൾ അനുഭവിച്ചു വരുന്ന ചില ആൾക്കാരുണ്ട്. വാട്ടർ പ്രൂഫിങ് അങ്ങ് ചെയ്യും, വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് നേരെ അതിൻ്റെ മുകളിലേക്ക് ടൈലങ്ങ് ഒട്ടിക്കും. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാട്ടർ പ്രൂഫിങ് കോമ്പൗണ്ട് സിമെൻറ്റുമായിട്ട് ചിലപ്പം നല്ലവണ്ണം പിടിക്കാതെ വരുന്ന കെമിക്കലുകളായിരിക്കും. അപ്പോൾ ഈ കെമിക്കലുകൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ടൈല് അടന്ന് താഴെ വീഴുന്നുണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ സംഭവിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഇതിന് ഇത്ര വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ വാട്ടർ പ്രൂഫിങ് അടിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ സാധാരണ മണലോ എംസാൻഡോ നല്ല രീതിയിൽ ഈ വാട്ടർ പ്രൂഫിങ്ങിലേക്ക് ചെറുതായിട്ടൊന്ന് എറിഞ്ഞു കൊടുക്കുക. അപ്പോൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് അതിൻ്റെ ഗ്രിപ്പ് ഉണ്ടാകും. അപ്പോൾ ഈ ഗ്രിപ്പ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ കോട്ട് വാട്ടർ പ്രൂഫിങ് അടിച്ചതിന് ശേഷം രണ്ടാമത്തെ കോട്ട് അടിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ ഈ എംസാൻഡ് നേരെ ചെന്ന് ഭിത്തിയിൽ മുട്ടിട്ട് അതും ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നേരെ അങ്ങ് ഫസ്റ്റ് കോട്ട് ഫുള്ളങ്ങ് അടിക്കുക. അതിനുശേഷം അത് വലിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ കോട്ട് അടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ കാണുന്ന പോലെ സാൻഡോ അല്ലെങ്കിൽ എംസാൻഡോ റിവർ സാൻഡോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് എറിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത് നല്ല പരിക്കനാവും. പരിക്കനായി കഴിയുമ്പോൾ ഇത് അവിടെ പിടിച്ചിരുന്നോളും. ഒരു കാരണവശാലും പിന്നെ അതുമേന്ന് പറഞ്ഞിങ്ങോട്ട് പോരില്ല. അപ്പോൾ ടൈലിന് ഒരു ചെറിയ ഗ്രിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ വൃത്തിയായിട്ട് അല്ലെങ്കിൽ നല്ല കൃത്യമായിട്ട് ഈ പറയുന്ന വോളിൽ ഒട്ടിയിരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇത് നല്ലവണ്ണം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ബാത്റൂമിൽ ഒരു 4 അടി മുതൽ 5 അടി ഹൈറ്റ് വരെ ഈ വാട്ടർ പ്രൂഫിങ് ക്ലിയറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന പുറത്തേക്ക് വരുന്ന കലിച്ചു വരുന്ന വെള്ളത്തിനെ ഇല്ലാതാക്കാൻ സാധിക്കും. അങ്ങനെ കലിച്ചു വരുന്ന വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ഇല്ലാതായാൽ തന്നെ, നമ്മളുടെ ഈ ബെഡ്റൂമിലുള്ള ഭാഗത്തെ നനവുകളും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും, നമ്മളുടെ ബെഡ്റൂമിനുണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള ഫംഗസ് ആയിട്ടുള്ള അല്ലെ ഫംഗൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. കാര്യം എന്ന് പറഞ്ഞാൽ ചില കബോർഡിനകത്തൊക്കെ പൂപ്പൽ പിടിച്ചിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമുക്ക് ഈ പറയുന്ന ഒരു ഒറ്റ പ്രശ്നത്തിലൂടെ അല്ലെങ്കിൽ ഒറ്റ കാര്യത്തിലൂടെ തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്, നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുക തന്നെ ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മൾ ടൈൽ ഒട്ടിക്കുമ്പോൾ നല്ല ഗ്രേഡിലുള്ള ഒരു ഗം ഉപയോഗിച്ച്, അല്ലെങ്കിൽ സാധാരണ സിമെൻറ്റ് ഉപയോഗിക്കാതെ ആ ഗ്രേഡഡ് ഗം ഉണ്ട്, ആ ഗ്രേഡഡ് ഗമ്മിൽ തന്നെ നമ്മൾ നിൽക്കുക. കാര്യം അതൊരു കാരണവശാലും മാറ്റി ഒട്ടിക്കരുത്. അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ അതും നമ്മുടെ ഭിത്തിയിൽ നിന്ന് ടൈല് പറഞ്ഞു പോരാനുള്ള ചാൻസസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നേരെ നമ്മൾ ഫസ്റ്റ് കോട്ട് വാട്ടർ പ്രൂഫ് ചെയ്യുക, സെക്കൻഡ് കോട്ട് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ കൂടെ ഇതുപോലെ സാൻഡ് ചെയ്യുക. സാൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നല്ല ഗ്രേഡഡ് ആയിട്ടുള്ള ഗം ഉപയോഗിച്ച് ടൈല് വൃത്തിയാക്കി ഒട്ടിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭിത്തിയിലുണ്ടാകുന്ന നനവും പൂപ്പലും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമുക്കില്ലാതെയാക്കാം. ഇതുപോലെ ഉള്ള ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.